الصلاة على النبي والسلام على الرسول الشفيع الأبتعي والحبيب يا ربي كتبت على الخطا غير حسن وعدد. ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് മുതൽ രാത്രി വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറും ചമ്മന്തിയും തേങ്ങ കൊണ്ടൊരു ചമ്മന്തി അരച്ചു, പിന്നെ അതേ പാപ്പടും ഉണക്കലുമാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഫുഡിനായിട്ട് ഞാനും ഷിബിലി മോനും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫിലിമോളാണെന്നുണ്ടെങ്കിൽ മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോയിക്കണേ, ഇക്കയാണെന്നുണ്ടെങ്കിൽ പണിക്കും പോയിക്കണതാ. അപ്പോൾ ഇന്ന് കറിയൊന്നും വെച്ച് കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ എന്നും കറി കൂട്ടിയിട്ടുണ്ട് തിന്നാറ്. അപ്പോൾ എനിക്കൊരു പുതി ചമ്മന്തി മാത്രം കുഴച്ചിട്ട് ഇങ്ങനെ തിന്നാൻ കേട്ടോ. അതാണ് കേട്ടോ ഇന്ന് ഇങ്ങനെ ആക്കിയത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇക്കൊന്നും ഇല്ലല്ലോ, എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉഷാറാക്കാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചോട്ടെ. ഞാൻ ഇക്കുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചമ്മന്തിയൊക്കെ ആയി എന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചമ്മന്തി കൂട്ടിയിട്ടും ചോറൊക്കെ തിന്നു കേട്ടോ. അങ്ങനത്തെ ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഷിബിലി മോന് പിന്നെ അവൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ കേട്ടോ. അപ്പോൾ തുറക്കൽ പിന്നെ ഡെയിലി അവൻ്റെ ഡ്യൂട്ടി കേട്ടോ. അവൻ്റെ ഡ്യൂട്ടി തീർത്തപ്പോഴേക്കും ഞാനിത് എൻ്റെ ഡ്യൂട്ടിയും തീർത്തു കേട്ടോ. കാരണം ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ക്ലീനാക്കി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീനാക്കിട്ടോ. അതിന് ശേഷം ഇക്ക കടല കൊണ്ടുവന്നിരുന്നു കേട്ടോ, അതൊന്ന് വറുത്തു. അപ്പോൾ ഏതായാലും നേരം പോക്കായും ചെയ്ത് ടി വി കാണുമ്പോഴോ ഫോൺ കാണുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ തിന്നാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അത് വൈകുന്നേരത്തിന് മക്രോണി ഇട്ടോ. ആദ്യം ഒന്ന് മക്രോണി മാത്രം ഇട്ട് തിളപ്പിക്കാൻ വെച്ചു, അതൊന്ന് ഊറ്റി വെച്ചു. അതിന് ശേഷം ഉള്ളിയും തക്കാളിയും ഒരു പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് അതൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അത് വഴറ്റി വരുന്നതിന് ശേഷം അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരിത്തിരി മല്ലിപ്പൊടിയും, പിന്നെ ഒരിത്തിരി മുളക് പൊടിയും, പിന്നെ ഒരു സ്പൂണ് ചിക്കൻ മസാലയും, പിന്നെ അത്യാവശ്യത്തിന് ഉപ്പിട്ടുകൊണ്ട് അതൊന്ന് വീണ്ടും വഴറ്റുകയാണ് കേട്ടോ. പിന്നെ മക്രോണി വേവിച്ചതിലും ഞാനൊരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ഇത്തിരി വെള്ളവും ചേർത്ത് കൊടുത്തു. പിന്നെ വേവിച്ച് വെച്ച് മക്രോണി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ വേവിച്ച് വെച്ച് പിന്നെ കടല ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒന്ന് കടല ഇട്ടിട്ടാണ് കേട്ടോ മക്രോണി ഉണ്ടാക്കുന്നത്. പിന്നെ 2 കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് അതിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ 2 ചപ്പ് ചെറുതായി കട്ട് ചെയ്തെടുത്ത് ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനത്തെ വൈകുന്നേരത്തേക്കുള്ള മക്രോണി റെഡി ആയിട്ട് അതിന് ശേഷം ചായ വെച്ചതാണ്. ചായ തിളച്ചതിന് ശേഷം ചായപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 2 പുതിനേൻ്റെ ഇല ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ 2 ഏലക്കായ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് ചായ ഉണ്ടാക്കിയത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചായക്ക്. അങ്ങനത്തെ ചായയിലും മധുരമൊക്കെ ഇട്ടും. പിന്നെ ഞങ്ങൾ 3 പേരും കൂടി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിട്ടോ. പിന്നെ ഇപ്പോഴും ഫിലിമോൾ എത്തിയിട്ടില്ല കേട്ടോ, അവൾ മുത്തച്ഛൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ പിന്നെ അവൾ വന്നതിൻ്റെ ശേഷം അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ചായയൊക്കെ എടുത്ത് വെച്ചു ഞങ്ങൾ കുടിക്കണേ. ഇങ്ങനെ മുട്ടയും കടലൊക്കെ വെച്ചിട്ട് ഈ മക്രോണി ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മുട്ടൊക്കെ ആ കടലമ്മയിലും പിന്നെ മക്രോണിമ്മയിലൊക്കെ പിടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരത്തെ ചായക്കടി മക്രോണി ഒതുക്കി കേട്ടോ. അങ്ങനെ നമുക്കുള്ള പണിയോ മാത്രമില്ലല്ലോ, പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള ക്ലീൻ ആക്കിട്ടോ. അപ്പോൾ ഈ കാണുന്നത് മഗ്‌രിബിന് ശേഷമുള്ളതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നില്ലേ, അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ചെല്ലാനുള്ളതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ 3 പേരും കൂടി ചെല്ലണത്. വെള്ളിയാഴ്ച ആകുമ്പോൾ നമ്മൾ അതിൻ്റേതായ പ്രത്യേകതയും കൂടി വെള്ളിയാഴ്ചക്കില്ലേ. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾ ഇങ്ങനെ പലതും ചെല്ലാറുണ്ട് കേട്ടോ. ചില ടൈമിൽ ഇക്ക പുറത്ത് പോയിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരും ഉണ്ടാവും. അപ്പോൾ പിന്നെ ആ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫിനിമോൾ ആദ്യം പറഞ്ഞു നമ്മൾ ജുബ്ബ ഇടാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 2 പേരും കൂടി ഒരേ ജുബ്ബ കേട്ടോ. ഫിനിമോൾ ഇട്ടുകൊണ്ട് നമ്മൾ ഷിബിലിമോൾ ചെറുതായിരുന്ന അന്നത്തുള്ള ജുബ്ബയാണ്. പിന്നെ ഷിബിലിമോൾ ഇട്ടുകൊണ്ട് പിന്നെ അവൻ്റെ ഉപയോഗിക്കുന്ന ജുബ്ബ തന്നെയാണ് കേട്ടോ. المسعود الجبال الذي لم يلبسه أحدا فأوجب به واحدة أفضل وكبر فارتضى على أبو الذي تأثر به آدم عليه السلام أفضل بكونه والدا واستعار به نوح عليه السلام ونجا من الردى وقال به صلب إبراهيم عليه السلام إنه الكي في النار بعد صار محمدا وراد اسمه آمنة رضي الله عنه إنه الكي حملت به ملائكة السماء مددا ودال عليهم للأنبياء وهم يقولون لما إذا علت الشمس الفلاح وهدى وسمي محمدا فلما خلق الله تعالى آدم عليه السلام وكذلك نولي الدنيا التي الله بسلط آدم عليه السلام كان يجعلني في سبيل نوح عليه السلام وجعلني في سبيل إبراهيم عليه السلام ليهدي في النار ولم يزل ينقذني ربي من الأسنان كريمة الفاتحة
الأرحام سبيل طاهرة حتى أخرجني الله من بين ظهري ولم يلتقي على سفاه صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيع الأبدعي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبدعي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبدعي والحبيب العربي أنت منجينا غدا من شفاعتك الصفا ولنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبدعي والحبيب العربي ارتكبت على الخطا غير هسر وعدس لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبدعي والحبيب العالمي إننا نرجو إلى كأس أرضك العطش يوم نشر كتابنا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبدعي والحبيب العربي الشفاعة حبلنا في القيامة مشفقا وعلنا إرضاء يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبدعي والحبيب العالمي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبدعي والحبيب العربي. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചെറിയൊരു മൗലൂദൊക്കെ ഓതിയിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് എല്ലാവർക്കും ഓരോ മിഠായും കൊടുത്തോ. അപ്പോൾ ഇതൊക്കെയുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.